സുഭാഷിതം. കൃതജ്ഞതയോടെ, അനുകമ്പയോടെ, കരുണയോടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാം ജീവിതം അനുഗ്രഹീതമാകുന്നത്, മനോഹരമാകുന്നത്, അർത്ഥവത്താകുന്നത്. മാനുഷികമായ 2 സുവർണ മൂല്യങ്ങളിൽ നിന്നാണ് ഇതെല്ലാം സാധ്യമാകുന്നത്: ബഹുമാനവും അഭിനന്ദനവും. നിത്യജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെയും മുൻവിധികളില്ലാതെ പരിഗണിക്കാനും ബഹുമാനിക്കാനും അവരിൽ കാണിക്കുന്ന ഓരോ നന്മയെയും അഭിനന്ദിക്കാനും കഴിയുമെങ്കിൽ ഹൃദയങ്ങൾ പരസ്പരം പൂക്കുകയും മനുഷ്യത്വം കൂടുതൽ പ്രകാശിക്കുകയും ചെയ്യുന്ന ഒരു ലോകം നമ്മൾ സൃഷ്ടിക്കുന്നു. ബഹുമാനം എന്നത് വെറുമൊരു വാക്കല്ല, ജീവിതത്തെ കുറേക്കൂടി വിശാലമായി കാണാനുള്ള മാർഗവുമാണത്. പദവി, ഭാഷ, വിശ്വാസം, രൂപം, വേഷം എന്തുതന്നെ വ്യത്യസ്തമായാലും ദിവ്യമായ ഒരു പ്രകാശത്തെ കാണുന്ന ഓരോ മനുഷ്യനിലും തിരിച്ചറിയുക. മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോൾ സ്ഥാനമാനങ്ങൾക്ക് അതീതമായി ഭൂമിയിൽ ഓരോ വ്യക്തിയും പ്രധാനമാണെന്ന് നാം സ്ഥിരീകരിക്കുന്നു. ആരും നിസാരരല്ല. നമ്മുടെ സ്വരത്തിലും കണ്ണുകളിലും ചിന്തകളിലും ആരംഭിക്കുന്ന മറ്റുള്ളവരോടുള്ള ബഹുമാനം കൂടുതൽ വിലയിരുത്തലൊന്നും തടസ്സപ്പെടുത്താതെ തുടർന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ബഹുമാനിക്കാനും ആസ്വദിക്കാനും പഠിക്കുന്നു. ആരെയും താഴ്ത്തിക്കെട്ടാതിരിക്കുക. ഒരു അപരിചിതനെ നോക്കി പുഞ്ചിരിക്കുമ്പോഴോ, ഒരു തൊഴിലാളിയെ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുമ്പോഴോ, നന്ദി പറയുമ്പോഴോ നിങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ അന്തസ്സിനെയാണ് ബഹുമാനിക്കുന്നത് എന്ന് കൂടെ അറിയുക. അഭിനന്ദനം ഹൃദയത്തിൻ്റെ സുഗന്ധമാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും ആളുകളിൽ നന്മ കണ്ടെത്താൻ കഴിയണം. നല്ല വാക്കുകളുടെ ശക്തി അറിയാതെയാണ് നിങ്ങൾ പറയുന്ന ഒരു അഭിനന്ദന വാക്കിന് ഒരാളെ നിരാശയിൽ നിന്ന് പ്രതീക്ഷയിലേക്ക് ഉയർത്താൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ സഹപ്രവർത്തകനോട് പറയുക, നീ നന്നായി ചെയ്തു. ഒരു സുഹൃത്തിനോട് പറയുക, എനിക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളുടെ നിശബ്ദ ത്യാഗങ്ങൾക്ക് നന്ദി പറയുക. ചെറിയ അഭിനന്ദന പ്രകടനങ്ങൾ പോലും പോസിറ്റിവിറ്റിയുടെ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും എളുപ്പത്തിൽ വരുന്ന നമ്മുടെ ഇന്നത്തെ ലോകത്ത് അഭിനന്ദനം അപൂർവമായി സംഭവിക്കുന്നു. എന്നാൽ എല്ലാ ഹൃദയങ്ങൾക്കും ആവശ്യമുള്ള സൂര്യപ്രകാശം അഭിനന്ദനമാണ്. ഓർക്കുക, വിലമതിക്കപ്പെടുന്നിടത്താണ് വ്യക്തികൾ വളരുക, അമിതമായി സൂക്ഷ്മമായി വിലയിരുത്തപ്പെടുന്നിടത്തല്ല. ഒരു അധ്യാപകന്റെ ബഹുമാനം, അഭിനന്ദന വാക്കുകൾ അയാളുടെ വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം ഉണർത്തും. ഒരു സുഹൃത്തിൻ്റെ അഭിനന്ദനം മറ്റൊരാളുടെ ദുഃഖം സുഖപ്പെടുത്തും. അംഗങ്ങളെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എപ്പോഴും നിഷേധാത്മകതയ്ക്ക് മുകളിൽ പറന്നുയരുന്നതാണ്. പ്രകൃതി പോലും ഇത് പഠിപ്പിക്കുന്നുണ്ട്. വിവേചനമില്ലാതെ എല്ലാവരിലും സൂര്യൻ പ്രകാശിക്കുന്നു. മഴ എല്ലാ വയലുകളെയും അനുഗ്രഹിക്കുന്നു. ഭൂമി എല്ലാവരെയും ഒരുപോലെ നിലനിർത്തുന്നു. നമ്മളും അങ്ങനെ ചെയ്യണം. എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാവരെയും അഭിനന്ദിക്കണം. സ്നേഹം ജീവിതത്തിൻ്റെ ഭാഷയാകാൻ അനുവദിക്കണം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോൾ ജീവിതം കൂടുതൽ പ്രകാശമാനമാകും. അഭിനന്ദിക്കുമ്പോൾ കൂടുതൽ മനോഹരമാകും. ഇന്ന് നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. പരാതിയെ നന്ദി കൊണ്ടും വിമർശനത്തെ അഭിനന്ദനങ്ങൾ കൊണ്ടും മാറ്റി സ്ഥാപിക്കുമെന്ന്. നിങ്ങളുടെ വാക്കുകൾ ആരെയും വേദനിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ സംസാരം കൂടെയുള്ള എല്ലാവരെയും സുഖപ്പെടുത്തട്ടെ. തെറ്റുകളെയല്ല, നിങ്ങളുടെ ഹൃദയം നന്മകൾ മാത്രം കാണട്ടെ. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും വിലമതിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യട്ടെ. സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ.